Hello everyone, welcome to channel Sankar. Yadukrishna. So ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് OET പ്രൂഫ് റീഡിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ OET റൈറ്റിങ്ങിന് നിങ്ങൾക്ക് B സ്കോർ മിസ്സാവുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നിങ്ങളുടെ ലാക്ക് ഓഫ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോൾ പ്രൂഫ് റീഡിംഗ് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ OETയുടെ റൈറ്റിങ്ങിൻ്റെ സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണ്. മനസ്സിലായോ? അപ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ ഒരു ഇൻസൈറ്റിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ പ്രൂഫ് റീഡിംഗ് ഒരു OET റൈറ്റിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എക്സാം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ശേഷം റൈറ്റിംഗിന് എഴുതിയതിന് ശേഷം നിങ്ങൾ അതിനകത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രൂഫ് റീഡിംഗ് ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് കഴിഞ്ഞിറങ്ങിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് ഡിസ്കഷൻ എന്ന് പറയുന്നത് പ്രൂഫ് റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രൂഫ് റീഡിംഗ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് എത്രത്തോളം നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ OET റൈറ്റിങ്ങിനകത്ത് പ്രൂഫ് റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് റിപ്പീറ്റേഴ്സ് നമ്മളടുത്ത് അല്ലെങ്കിൽ അവർ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിട്ട് പോയി ജോയിൻ ചെയ്ത് തിരിച്ച് വന്ന് റീജോയിൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളടുത്ത് റീജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ സ്കോർസ് അല്ലെങ്കിൽ അവരുടെ ലെറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം അവർ നമ്മൾ തന്നെ പറയും, ലൈക്ക് ഇപ്പോൾ സാർ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറയും, സാർ എനിക്ക് റൈറ്റിങ്ങിന് സ്കോർ കിട്ടുന്നില്ല, എപ്പോഴും സിയിലായിരിക്കും അല്ലെങ്കിൽ C+ലായിരിക്കും, അത് ഇമ്പ്രൂവ് ആവുന്നില്ല. അപ്പം ആ ഒരു അഡ്മിഷൻ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ആളുടെ അടുത്ത് നമുക്ക് ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് പറയാൻ പറ്റില്ല, ഓക്കെ നിങ്ങളുടെ സ്കോർ കുറയുന്നതിൻ്റെ റീസൺ ഇതാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ഒന്ന് പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഓക്കെ നിങ്ങളുടെ സ്കോറിൻ്റെ റീസൺ അല്ലെങ്കിൽ കുറയുന്നതിൻ്റെ റീസൺ ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സ്പീക്കിങ്ങിൻ്റെ ആവട്ടെ റൈറ്റിങ്ങിൻ്റെ ആവട്ടെ നമ്മൾ മോക്ക് ടെസ്റ്റ് എക്സാംസ് നടത്തുമ്പോഴാണ് നമ്മൾ കുട്ടികളുടെ കൂടുതലും അവരുടെ ഫിയർ എത്രത്തോളം അവരുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ 3 മണിക്കൂർ അവരൊന്ന് സ്പീക്ക് ലൈക്ക് നമ്മുടെ റീഡിങ്ങും ലിസണിങ്ങും റൈറ്റിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന സ്കോറും അവരതിന് മുന്നേ വീട്ടിൽ നിന്ന് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ള സ്കോറും, അല്ലെങ്കിൽ സ്പീക്കിങ്ങിന് അവരൊരു മോക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്കോറും അല്ലാതെ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള സ്കോറും തമ്മിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഓക്കെ, അത് തന്നെയാണ് റൈറ്റിങ്ങിൻ്റെ ഈ ഒരു പ്രൂഫ് റീഡിങ്ങിലും. കാര്യം പെട്ടെന്ന് ഒരു ടൈം സ്പാനിനുള്ളിൽ പെട്ടെന്ന് തീർത്ത് പോകുമ്പോൾ നമ്മൾ ആ ഒരു പ്രൂഫ് റീഡിങ് അല്ലെങ്കിൽ അവസാനം ഒന്ന് വായിച്ച് നോക്കാനുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോകും. ഓക്കെ, അപ്പോൾ ഇവരെ നമ്മൾ റിപ്പീറ്റേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാര്യം നമ്മളെപ്പോഴും പറയുന്ന പോലെ എല്ലാ കുട്ടികൾക്കും നമുക്ക് അഡ്മിഷൻസ് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ അത്രയും ലിമിറ്റഡ് ആയിട്ടാണ് അഡ്മിഷൻസും കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും OET റൈറ്റിംഗ് നിങ്ങൾ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു തവണ പ്രൂഫ് റീഡ് ചെയ്യുക. അതായത് മൊത്തം ലെറ്റർ ആദ്യം തൊട്ട് അവസാനം വരെ അറ്റ്ലീസ്റ്റ് ഒരു 1-2 മിനിറ്റ് എടുത്ത് നിങ്ങൾ വായിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിനുള്ളൊരു ടൈമും കൂടെ കൺസ്യൂം ചെയ്യുന്ന കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രാക്ടീസ് ഇനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾവേസ് നമ്മുടെ മെൻറ്റേഴ്സ് അല്ല, ഇപ്പം ഞാനാവട്ടെ നമ്മുടെ മെൻറ്റേഴ്സ് പഠിപ്പിക്കുന്നവരാവട്ടെ എപ്പോഴും ആദ്യത്തെ ഒരു 5 ടാസ്ക് വരെ നമ്മളൊന്ന് കംഫർട്ടബിൾ ആയിട്ട് അവരൊന്ന് റെഡി ആവാനായിട്ട് കൊടുക്കും. അതിനുശേഷമുള്ള പിന്നെ ടാസ്കുകളെല്ലാം തന്നെ പ്രോപ്പർലി ടൈമർ വെച്ച് ചെയ്ത് അവരുടെ അടുത്ത് ടൈം എത്രയാണെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്യാനും പറയാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതെന്തുകൊണ്ട് ആ ടൈം എഴുതി അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് ആ ടൈമിനുള്ളിൽ അവർ ലെറ്റർ തീർത്തെങ്കിൽ ആ ടൈം എക്സ്ട്രാ ആയിട്ട് 1-2 മിനിറ്റിൽ അവർക്ക് പ്രൂഫ് റീഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു യൂഷ്വൽ ഹാബിറ്റായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂഫ് റീഡിങ് വഴി കുറേ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക്, ഒരു ലെറ്റർ നിങ്ങൾ കാണുന്ന പോലെ ഇതൊരു സോഷ്യൽ വർക്കറിൻ്റെ ഒരു ലെറ്റർ ഒരു കാൻഡിഡേറ്റ് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ വർക്കറിൻ്റെ ലെറ്ററിനകത്ത് അവർ ഡേറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ലെറ്റർ കാണുമ്പോൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് അല്ലേ. ഫസ്റ്റത്തെ ഡേറ്റ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനകത്ത് ഹി ഈസ് ബീങ് ഡിസ്ചാർജ്ഡ് ടുഡേ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ നോർമൽ ലെറ്ററിന്റെ പാറ്റേൺ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നോക്കുമ്പോൾ കാണാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഈ പേഷ്യന്റിന്റെ, ഈ ആലിൻമ എന്ന് പറയുന്ന പേഷ്യന്റിന്റെ പ്രോപ്പർ ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആയിട്ടില്ല, വിൽ ബി ഡിസ്ചാർജ്ഡ് ആണ്. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, സ്കെഡ്യൂൾ ചെയ്തിട്ടേ ഉള്ളൂ. 9 ഏപ്രിൽ 2012 ആളെ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ കാൻഡിഡേറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, 5 ഏപ്രിൽ 2012 തന്നെയാണ് നമ്മുടെ ലെറ്ററിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് പ്രോപ്പറാണ്. കാര്യം ടുഡേസ് ഡേറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലേ. പക്ഷെ താഴേക്ക് വരുമ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആള് ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ പോകുന്നത്
9 April 2012 ആണെന്ന് അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആൾ എഴുതിയിരിക്കുന്ന ലെറ്ററിനകത്തുള്ള ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കാണുമ്പോൾ തന്നെ എക്സാമിനർ, ഇപ്പം ഞാൻ എക്സാമിനർ ആണെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ അവരുടെ മാർക്ക് കട്ട് ചെയ്യും. കാര്യം എന്താ, ഡേറ്റ് ആദ്യമേ പോയി, അപ്പോൾ ആൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതെന്താ, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു കാണും, അത് എഴുതിയിട്ടുണ്ടായിരുന്നു കാണില്ല. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രൂഫ് റീഡിങ്ങിന്റെ കൂടെ തന്നെ ഇതേപോലത്തെ കോർ പോയിന്റ്സുള്ള കാര്യം ഇത് എല്ലാ ലെറ്ററിലും കോമൺ ആയിട്ട് വരുന്നതല്ല, ഈ ഡിസ്ചാർജ് ഡേറ്റ് മാറി മാറി വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഡിസ്ചാർജ് ഡേറ്റ് മിക്കവാറും നമുക്ക് 2 days നമ്മൾ എഴുതുന്ന ഡേറ്റ് തന്നെ ആയിരിക്കും പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നത്, മാറി വരത്തില്ലായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ മാറി വന്നു കഴിഞ്ഞാലോ, എക്സാമിന് വന്നു കഴിഞ്ഞാലോ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം, മനസ്സിലായോ? നമ്മളത് ശ്രദ്ധിക്കണം ആ കോർ പോയിന്റുകൾ. അപ്പോൾ എന്തും എക്സ്പെക്ട് ചെയ്ത് വേണം നമ്മൾ എന്തിലേക്ക് പോകാനായിട്ട്, നമ്മൾ എക്സാമിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ കാൻഡിഡേറ്റ് ചെയ്തിരിക്കുന്ന മോക്ക് ടെസ്റ്റിനാണ്. അപ്പോൾ ആ ഒരു പ്രഷർ അവിടെ ഉണ്ട്, മനസ്സിലായോ? അതായത് അവർ ലിസ്ണിങ്ങും റീഡിങ്ങും കഴിഞ്ഞാണ് എന്തിലേക്ക് പോകുന്നത്, റൈറ്റിംഗിലേക്ക് പോയിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു സംഭവം മാറിപ്പോയി. ഇനി നമുക്കിത് എവിടെ കണ്ടുപിടിക്കാമായിരുന്നു, നമ്മളൊന്ന് ലെറ്റർ പ്രൂഫ് റീഡ് ചെയ്തിരുന്നെങ്കിൽ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണ്, നിങ്ങൾ കീനായിട്ട് ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജെൻഡർ ചേഞ്ചസോ പേഷ്യൻ്റെ പേരോ റെസിപ്പിയൻ്റെ പേരോ ഡേറ്റോ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലെറ്ററിന് നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. കാര്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ലിബറലാണ് എന്താ റിക്രൂട്ട്മെന്റിനകത്ത് നമ്മുടെ റൈറ്റിംഗിന്റെ സ്കോർ C ആണെങ്കിലും C+ ആണെങ്കിലും ക്ലബിംഗ് UK യുടെ കാര്യത്തിൽ പോസിബിൾ ആണ്. അതേപോലെ തന്നെ അയർലൻഡിലാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന് C+ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി താമസിയാതെ ഓസ്ട്രേലിയയുടെ സ്കോർസ് അവർ കുറയ്ക്കാനുള്ള കൺസിഡറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൺസിഡറേഷനിൽ വരുമ്പോൾ എന്താ, ന്യൂസിലാൻഡിലാണെങ്കിൽ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു സബ് ടെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ക്ലബ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൺസിഡറേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ സ്കോറിങ്ങിൻ്റെ ആ ഒരു എന്താ ഫോമാറ്റിനകത്ത് ഇവർ കുറച്ചും കൂടെ ടൈറ്റ് ആക്കും, മനസ്സിലായി? കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സുകൾ വരുന്ന സമയത്ത് നമ്മുടെ മാർക്സ് കൂടുതൽ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. എസ്പെഷ്യലി ഇതേപോലത്തെ ഡേറ്റ് പോലത്തെ ചേഞ്ചസ് ആവട്ടെ, ജെൻഡർ ചേഞ്ചസ് ആവട്ടെ, റെസിപ്പിയൻ്റെ പേര് മാറിപ്പോകുന്നതാവട്ടെ, ടൈറ്റിൽ മാറിപ്പോകുന്നതാവട്ടെ, കാര്യം അത് ലെറ്ററിനെ തന്നെ മൊത്തത്തിൽ മാറ്റും. ആ ലെറ്റർ ഒരു റോങ് പേഴ്സണിലോട്ട് പോകുക, അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ ആയിരിക്കും പാസ് ചെയ്യുക, മനസ്സിലായി? അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊരു യൂഷ്വൽ ഹാബിറ്റ് ആക്കി വെക്കേണ്ടതാണ്. അതിനകത്തുള്ള പ്രോപ്പർ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതും പ്രൂഫ് റീഡ്. അപ്പോൾ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് ലിപ്പ് റീഡ് ചെയ്ത് തന്നെ പോവുക. ഒരു മഫിൾഡ് സൗണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ വായിക്കാനല്ല പറയുന്നത്, നിങ്ങൾ പതിയെ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, 09 April 2012 അങ്ങനെ നമുക്ക് വായിച്ചു പോകല്ലോ, ജസ്റ്റ് ഒന്ന് മഫിൾഡ് സൗണ്ട് നമ്മൾ വായിക്കുമ്പോൾ. കാര്യം നമ്മൾ ലിപ്പ് റീഡ് ചെയ്യുക, നമ്മുടെ സെൻസസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുക അവിടെ, മനസ്സിലായി? അപ്പോൾ നമ്മൾ ആ മിസ്റ്റേക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മുടെ ലെറ്ററിനെ നമ്മൾ തന്നെ ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഇങ്ങനെയുള്ള പോയിന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് പിക്ക് ചെയ്യും. അപ്പം ആ ഒരു ക്വസ്റ്റ്യനും ആ ഒരു ആൻസറും ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഡേറ്റിനെ നമുക്കൊന്ന് പിക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരയിൽ തന്നെ എന്താ ഹി ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ എന്നുള്ളൊരു ഹ്യൂജ് മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിച്ചതിനായിരുന്നു വീണ്ടും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, മനസ്സിലായി? ടുഡേ കാണും, അയ്യോ ടുഡേ അല്ലല്ലോ, നേരത്തെ ഡേറ്റ് വ്യത്യാസമല്ലേ, 05 April ഡിസ്ചാർജ് ആവുന്നത് 09 ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീസ് ഡ്യൂ ഫോർ ഡിസ്ചാർജ് ഓൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹീ ഈസ് സ്കെഡ്യൂൾഡ് ടു ബി ഡിസ്ചാർജ്ഡ് ഓൺ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ മാറ്റി എഴുതാമായിരുന്നു അവിടെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂജ് മിസ്റ്റേക്ക് നമുക്ക് അവിടെ മാറ്റുകയും ചെയ്യാം. നമ്മൾ കാര്യം നമ്മൾ ലെറ്റർ എഴുതി പോയി കഴിഞ്ഞ് നമ്മൾ പ്രൂഫ് റീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല നമ്മൾ എന്താ എഴുതി വെച്ചത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ ആൾ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. പക്ഷേ കാര്യം എന്താ, OET അവരുടെ നിങ്ങളുടെ ഒരു വാല്യുവേഷൻ ഫീഡ്ബാക്കോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരുന്നില്ല, മനസ്സിലായി? നിങ്ങൾ എവിടെയാണ് തെറ്റിച്ചത് ശരിയാക്കിയതൊന്നും അവർ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരിക്കലും അവർ പറയാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലെറ്റർ വാല്യുവേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഉറപ്പുവരുത്താം ഇതൊരു നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാനുള്ള ഒരു എക്സ്ട്രാ ബിറ്റാണ്. ആ ഒരു എക്സ്ട്രാ ബിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു OET റൈറ്റിങ്ങിൻ്റെ B സ്കോർ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പറയാണ് ഫസ്റ്റത്തെ റൈറ്റിംഗ് ടാസ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മിസ്റ്റേക്ക് വരാം, മനസ്സിലായോ? അപ്പോൾ റൈറ്റിംഗ് ടാസ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്, നിങ്ങളൊരു നഴ്സിംഗ് ഹോം വിസിറ്റ് ചെയ്യാണ്. ആ നഴ്സിംഗ് ഹോം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ചോക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സോളോയിങ് എബിലിറ്റി അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഡയറ്റീഷ്യൻ ലെറ്റർ എഴുതുകയാണ് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നഴ്സിംഗ് ഹോം വിസിറ്റ് ചെയ്യാണ്, നഴ്സിംഗ് ഹോമിൽ അന്തേവാസിയാണ് ഈ പേഷ്യൻ്റ് എന്നുള്ള കാര്യം നിങ്ങളുടെ ടാസ്കിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ടാസ്കിലോട്ട് പോകുന്ന സമയത്ത് ടാസ്കിൽ പേഷ്യൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നിട്ട് പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററിയിൽ പേഷ്യൻ്റ് ലീവ്സ് വിത്ത് വൈഫ് അല്ലെങ്കിൽ ചിൽഡ്രൻ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ടാസ്കിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ നഴ്സിംഗ് ഹോമിൽ വിസിറ്റ് ചെയ്യാണ്, പേഷ്യൻ്റ് അവിടുത്തെ റെസിഡൻ്റ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് പേഷ്യൻ്റ് ലീവ്സ് വിത്ത് ഹിസ് വൈഫ് എന്നുള്ള കാര്യം അവിടെ തന്നിട്ടുള്ളത് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മിസ്റ്റേക്ക് ചിലപ്പോൾ വരാതിരിക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ റൈറ്റിംഗ് ടാസ്കിൽ തന്നിട്ടുള്ള കാര്യത്തിനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം അതിലെടുത്ത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യാണ് നഴ്സിംഗ്. അപ്പോൾ നഴ്സിംഗ് ഹോമിൽ എന്തായാലും കൂടെയുള്ള ഫാമിലിക്ക് താമസിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം, വീട്ടിലാണെങ്കിലുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് എററിൽ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് എററായിട്ട് വന്നിട്ടുള്ള സംഭവമായിരിക്കും ആ ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു പ്രൂഫ് റീഡിങ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ ജെൻഡർ ചേഞ്ചസ് വരുത്തുന്നത്, ഓക്കെ, ജെൻഡർ ചേഞ്ചസ് വരുത്തുന്നത്, അപ്പോൾ ഹി ഓർ ഷീ, അപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചിലപ്പോൾ ഈ പറയുന്ന പോലെ മിസ്റ്റർ അല്ലെങ്കിൽ മെയിൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീനെ നമ്മൾ എഴുതി പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഷീ ഹാസ് എന്നുള്ള കാര്യം, ഷീ ഹാസ് ബീൻ കമൻസ്ഡ് എന്നായി പോവാം, അല്ലെങ്കിൽ ഹെർ മെഡിക്കേഷൻസ് ഹാസ് ബീൻ റിവൈസ്ഡ് എന്നായി പോവാം. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഈ പ്രൂഫ് റീഡിങ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക, ഞാൻ നോക്കാൻ പോകുന്നത് എല്ലായിടത്തും ഹീ ആണോ ഹിം ആണോ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഷീ ആണോ ഹെർ ആണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ജെൻഡർ ചേഞ്ച് കണ്ടുപിടിക്കുകയും ചെയ്യും. മനസ്സിലായോ? പിന്നെ പേര് മാറിപ്പോകുന്ന കാര്യങ്ങൾ, ഓക്കെ, ഇതും നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യുന്ന സമയത്ത് റെസിപ്പിയന്റിന്റെ പേര് ഏകദേശം സിമിലർ ആയിരിക്കും പേഷ്യന്റുമായിട്ട്. ഓക്കെ, അപ്പം ചിലപ്പോൾ എന്ത് ചെയ്ത് വെക്കും, നിങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയും ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ റെസിപ്പിയന്റിനോട് ഡിയർ ഡോക്ടർ ജോൺ എന്ന് വിളിക്കുന്നതിന് പകരം പേഷ്യന്റിന്റെ പേര് ചിലപ്പോൾ അവിടെ എഴുതി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ റീസെന്റ് ആയിട്ട് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ വരുന്ന സമയത്ത്, അത് ഒന്നുകിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഇവാലുവേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പ്രൂഫ് റീഡിങ്ങിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പ്രൂഫ് റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിങ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രൂഫ് റീഡിങ്ങിന് കൂടെ ഒരു സമയം കൊടുത്ത് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ റൈറ്റിംഗ് അപ്പ് സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും, പ്രിപ്പയർ ചെയ്യുന്ന OET പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അത് കൂടാതെ തന്നെ നമ്മൾ ഡിഫറൻറ്റ് സബ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജോയിൻഡ് ആവില്ല. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് കൺഫേം ആക്കി നിങ്ങളൊരു പ്രോപ്പർ അല്ലെങ്കിൽ OET പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളെ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജോയിൻഡ് ആവില്ല, നിങ്ങളുടെ റിക്വസ്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് വരും. അത് റിവ്യൂ ചെയ്ത് നിങ്ങളടുത്ത് ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്മിൻ ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുള്ളൂ. വൺസ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ശേഷം അതിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള 4 മൊഡ്യൂളിന് വേണ്ടിയിട്ടുള്ള ഓരോ ഗ്രൂപ്പിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, അതൊരു സെക്യൂരിറ്റി ബേസ് ആയിട്ടുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും കൈൻഡ് ഓഫ് മോണിറ്ററിങ് ചെയ്തിട്ട് ആൾക്കാർ എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണ് നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഒരുപാട് പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സ്കാം മെസ്സേജസും സ്പാം മെസ്സേജസും ഇഷ്ടമാതിരി അതിനകത്ത് വരുന്നുണ്ട്. കാര്യം നമുക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പം ഒരുപാട് കുട്ടികൾ നമ്മൾ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ബിവെയർ ആയിട്ടിരിക്കുക, ഒരുപാട് മെസ്സേജസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അപ്പോൾ മാക്സിമം നോക്കുക, നമ്മുടെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 2 നമ്പേഴ്സ് അല്ലാതെ വേറെ ഒരു നമ്പറും മല്ലു നഴ്സിംഗ് കപ്പിളിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ MNC അക്കാഡമിയുടെ സൈഡിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക എടുക്കുക ഒന്നും ചെയ്യില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പർ സ്ക്രീനിങ്ങും വെക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ആവില്ല, നമ്മൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുകയുള്ളൂ. അത് കൂടാതെ നമ്മുടെ ഇൻഡിവിജ്വൽ സെഷൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്ങിന്റെ ലിസണിങ്ങിന്റെ സെഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന കോൺടാക്ട് നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കോഴ്സ് ഷെഡ്യൂൾസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിന്റെ അൺലിമിറ്റഡ് സെഷൻസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഇന്ററാക്ഷൻ ഗ്രൂപ്പ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് കോഴ്സ് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ടെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സെഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള സെഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. പിന്നെ ഒരു സെഷൻ നിങ്ങൾ എടുക്കുകയാണ് അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലൈക്ക് എല്ലാം നിങ്ങളുടെ മെൻറ്ററിൻ്റെ തലയിലല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അവർ പ്രോപ്പർലി നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നുള്ള കാര്യം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഹാർഡ് വർക്ക് കൂടെ അതിനകത്ത് വേണം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ് ആൻഡ് ലിസണിങ് സെഷൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറേ പേരുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് ഓക്കെ ആഴ്ചയിൽ ഇപ്പം MNC 4-5 സെഷൻസ് റീഡിങ്ങിൻ്റെ ലിസണിങ്ങിൻ്റെ ലൈവായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ തന്നെ ഈ ലൈവ് സെഷൻ അവർ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവർക്ക് ആ മെറ്റീരിയൽസ് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടത് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സും കണ്ടുപിടിച്ചതിന് ശേഷമാണ്
അവർക്ക് ഈ ലൈവ് സെഷൻ അവർ പ്രാക്ടീസ് ചെയ്ത മെറ്റീരിയൽ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എഫക്റ്റീവായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ സെഷൻസ് കിട്ടുന്നുണ്ടല്ലോ ആഴ്ചയിൽ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ ഓക്കെ ഇന്ന് ഇനി പറ്റിൻ്റെയാണ്, നാളത്തേക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ ആഴ്ച വേണ്ട നാളെ അടുത്ത ആഴ്ചത്തേക്ക് നോക്കാം. അപ്പം ഇതൊരു നമുക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മുടെ മെന്റേഴ്സ് ആവട്ടെ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ഇടുന്നത്, ആ ഒരു എഫേർട്ട് ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 3-4 ക്ലാസ് വെച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള സെഷൻസും കാര്യങ്ങളെല്ലാം തരുന്നതും, അല്ലെങ്കിൽ ഈ സെഷൻസ് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് ഇനി കിട്ടാത്ത സെഷൻസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് 24/7 ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ ആക്സസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം തന്നെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റിപ്പീറ്ററായിട്ട് നമ്മുടെ അഡ്മിഷൻ വരികയാണെങ്കിൽ ഇനി എഴുതുന്ന പരീക്ഷയ്ക്കോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മനസ്സിലാക്കുക കാര്യം, അത്രയും ഒരു ഹാർഡ് വർക്ക്. കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ ജോലി, ഫാമിലി, ചൈൽഡ് കെയർ, അങ്ങനെ 100,000 കാര്യങ്ങൾ കാണും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു ബാലികറ മലയായിട്ട് ഒരു ടാസ്ക് ആയിട്ട് OET അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഈസാക്കി നമുക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവണം. നിങ്ങളിപ്പം കൂടുതൽ കുട്ടികൾ നമ്മൾ അഡ്മിഷൻസ് വരുന്ന സമയത്ത് അവർ തന്നെ റഷ് ചെയ്തായിരിക്കും നമ്മളടുത്ത് പറയും ഞാൻ അടുത്ത മാസം പരീക്ഷയ്ക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആ റിസ്ക് എടുക്കില്ല കുട്ടികളുടെ കാര്യം. നമ്മൾ നോർമലി പറയാം ഓക്കെ നിങ്ങൾ ശരി അടുത്ത മാസം എഴുതിക്കോ, പക്ഷേ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യട്ടെ നിങ്ങളെ. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തോ. ഇപ്പോൾ ചാടിക്കയറി നിങ്ങൾ ഓൾറെഡി ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിപ്പോൾ ഓക്കെ ഫൈൻ ഇപ്പം ഡേറ്റ് എടുക്കുന്ന കാര്യങ്ങളാവട്ടെ അത് നിങ്ങളുടെ സ്യൂട്ടബിലിറ്റി നോക്കണം. മനസ്സിലായി, നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു 5-6 ദിവസത്തെ ലീവ് നിങ്ങൾക്ക് എക്സാമിന് മുന്നേ കിട്ടുകയാണ് എങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകും. എനിവേ ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം നമുക്ക് ഒരുപാട് എൻക്വയറി അത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഏത് എക്സാം സെന്റർ സെലക്ട് ചെയ്യണം, എക്സാം സെന്റർ സെലക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എക്സാം ഡേറ്റ് എടുക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ആദ്യത്തെ ഡേറ്റ് എടുക്കണോ ഒരു അവസാനത്തെ ഡേറ്റ് എടുക്കണോ, എക്സാം സെന്റർ ഞാൻ മൈസൂരിൽ നിന്ന് പോയി ചെന്നൈയിൽ പോയി എഴുതട്ടെ, അല്ലെങ്കിൽ അഹമ്മദാബാദിൽ നിന്ന് മാറി അത് കൊച്ചിയിൽ പോയി എഴുതട്ടെ, എബക്ക് മാറി മറ്റേ സ്ഥലത്ത് പോയി എഴുതട്ടെ, അങ്ങനെ കുറേ കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ കുറേ മിത്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിവേ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ കണ്ടിരിക്കുക. കാര്യം ഒരുപാട് കാര്യം ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിന്റെ പേരിലാണ് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് നിങ്ങൾ കൊണ്ടെത്തിക്കുക. ഓക്കെ, അതൊരിക്കലും ചെയ്യാതിരിക്കുക എന്തായാലും. എനിവേ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കമ്മിങ് വീഡിയോസിനകത്ത് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൂഫ് റീഡിങ്ങിനെ പറ്റിയിട്ടും നമ്മുടെ സെഷൻസിനെ പറ്റിയിട്ടും ക്ലാസ്സസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്കഷൻസിനെ പറ്റിയിട്ടും എല്ലാം പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പ്രൂഫ് റീഡിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തു തുടങ്ങി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആയി, നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത് കണ്ടിട്ട് ബാക്കിയുള്ളവരും കുറച്ചും കൂടെ ഇൻസ്പയർഡ് ആയിട്ട് അവരും പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങും. പിന്നെ നമുക്ക് ഇനി കമ്മിങ് ഡേയ്സിൽ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് എസ്പെഷ്യലി ഫോർ 4 സബ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗിന്റെയും റീഡിങ്ങിന്റെയും ലിസ്ണിങ്ങിന്റെയും സ്പീക്കിങ്ങിന്റെയും ഗ്രൂപ്പ്സിനകത്ത് നമുക്ക് ചർച്ചകളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്തായാലും അത് താമസിയാതെ തന്നെ ആക്റ്റീവായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് ടീം എല്ലാം അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല മിസ് ആവത്തുമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.